പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശവിരുദ്ധ പ്രസ്താവന നടത്തി എന്ന കേസിൽ ബിഗ് ബോസ് താരം അഖിൽ മാരാർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. കേസിലെ അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നടക്കമുള്ള കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ജാമ്യം ലഭിച്ചതിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽ. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എനിക്കെതിരെ കൊട്ടാരക്കര പോലീസ് എടുത്ത 152 BNS രാജ്യദ്രോഹ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അപ്പുറം എന്താണ് കേസ് എടുക്കാനുള്ള കാരണം എന്ന് വ്യക്തമാക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. ഇന്നലെ വരെ എന്നെ വ്യക്തമായി അറിഞ്ഞിട്ടുള്ള പലരും ഞാൻ ഡിലീറ്റ് ചെയ്ത ലൈവിന്റെ പേരിൽ എന്റെ ജീവപര്യന്തം മോഹിച്ചു ആഘോഷിച്ചു. ഈ വിഷയത്തിൽ എന്നെ ആദ്യം വിളിച്ചത് സുരേഷ് ഗോപിയാണ്. പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ, സ്വന്തം പാർട്ടി നൽകിയ പരാതിയായിരുന്നിട്ടും എന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചതിന് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. BJPയുടെ സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതാവിന്റെ പബ്ലിസിറ്റി മോഹം തള്ളിക്കളഞ്ഞു. ഇതിനൊരു മണ്ഡലം കമ്മിറ്റിയും ഇത്തരം പരാതികൾ ഉണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക എന്നും തീരുമാനമെടുത്തു. പേര് പറയേണ്ട, ഒപ്പമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ BJP സംസ്ഥാന നേതാക്കൾ. തുടക്കം മുതൽ കട്ടയ്ക്ക് കൂടെ നിന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാർ തിരക്കിനിടയിലും എന്നെ വിളിച്ചു ധൈര്യം നൽകി. ജാമ്യം കിട്ടിയ ശേഷവും വിളിച്ചു. നിരന്തരം ഫോളോ അപ്പ് ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തല സാർ, അദ്ദേഹം എന്നും എന്നെ ഒപ്പമുണ്ടായിരുന്നു, എനിക്ക് ധൈര്യം പകർന്ന്. ജാമ്യം കിട്ടി എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞത് പ്രിയപ്പെട്ട ഹൈബി ഈഡൻ MP ആണ്. സുപ്രീം കോടതിയിൽ പോയാലും ജാമ്യം എടുക്കും അഖിലേ എന്ന് പറഞ്ഞ് വിളിച്ചത് ചാണ്ടി ഉമ്മനാണ്. അതുപോലെ തന്നെ മാത്യു കുഴൽനാടനും. കൊടിക്കുന്നിൽ സുരേഷ്, മേജർ രവി എന്നിവർ എനിക്ക് വേണ്ടി എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ എന്നിവർക്ക് 1000 നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി ഹാജരായത് എന്നേക്കാൾ ജൂനിയറായ ഒരു മിടുക്കിയായിരുന്നു. ഇത്രയും ഗൗരവമുള്ള കേസ് സീനിയർ വക്കീലന്മാരെ ഏൽപ്പിക്കാൻ പലരും പറഞ്ഞപ്പോഴും വിമല മതി എന്ന് എന്റെ തീരുമാനമായിരുന്നു. എന്റെ വിശ്വാസം വിമല കാത്തു. താങ്ക് യു ഡിയർ. നീ ധൈര്യമായി വാദിച്ചോ. കിട്ടിയില്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നോളാം. ഇതിലും നല്ല കക്ഷിയെ വക്കീലിന് എവിടെ നിന്ന് കിട്ടും? അന്നും ഇന്നും എന്നും എന്നെ നയിക്കുന്നത് എന്നെ എതിർക്കുന്നവരെക്കാൾ എത്രയോ വലിയ ശക്തിയാണ്. എന്റെ ശരികളിൽ സത്യത്തെ മുറുകെ പിടിച്ച് യാത്ര ഇനിയും ഞാൻ തുടരും. ഓരോ ഇറക്കവും അവസാനിക്കുന്നത് കയറ്റത്തിന്റെ മുന്നിലാണ്. അടുത്ത വർഷം ഇതേ സമയം കുറിച്ചു വെച്ചോളൂ. മനസ്സുകൊണ്ട് ഒപ്പം നിന്നവർക്ക് 1000 നന്ദി. സത്യമേവ ജയതേ. അഖിൽ മാരാറിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരയായിരുന്നു അഖിൽ മാരാർക്കെതിരെ കേസ് കൊടുത്തത്. അഖിലിന്റെ പ്രതികരണം രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുന്നതാണെന്നായിരുന്നു പരാതി.